ഹലോ, വെൽക്കം ബാക്ക് ടു പ്രിയങ്കരം ഈ സിനിമയും. ഇന്ന് എൻ്റെ ചെറുപ്പകാലത്തെ ഒരു കുഞ്ഞു കഥ പറയാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളായിട്ട് ഇങ്ങനെ കഥകളൊക്കെ ഇഷ്ടം പോലെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പം അതൊക്കെ മറന്നു പോകുന്നതിന് മുമ്പ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞില്ലെങ്കിലേ. അപ്പം ഇന്ന് അങ്ങനത്തെ ഒരു കഥയാവാം. അപ്പോൾ ഒരു 3 വയസ്സ് 4 വയസ്സ് തൊട്ട് വലിയ വെക്കേഷൻ ആകുമ്പോൾ വലിയ അവധി ആകുമ്പോഴത്തേന് എൻ്റെ ആൻറ്റി, അതായത് മമ്മിയുടെ ചേട്ടത്തി, എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. അപ്പം ആൻറ്റിക്ക് 2 ആൺപിള്ളേരാണേ. അപ്പോൾ ആൻറ്റിക്ക് പെൺപിള്ളേരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ അവധിക്കും മിക്കവാറും അവധികളിൽ ഞാൻ ആൻറ്റിയുടെ അടുത്തായിരിക്കും, പൂഞ്ഞാറ്റിൽ ചേട്ടന്മാരുടെ കൂടത്തിൽ. അപ്പോൾ അങ്ങനെ ഒരവധിക്ക് ആൻറ്റി വന്നു. ആൻറ്റി കൊണ്ടുപോവുക. അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ബസ്സിന് പോകുമ്പോഴത്തേന് ഏറ്റുമാനൂരിൽ നിന്ന് അടുത്ത ബസ് കയറണം. അപ്പം അങ്ങനെ ഏറ്റുമാനൂരിൽ നിന്ന് ഞങ്ങൾ ബസ്സിലൊക്കെ കയറി. ഭാഗ്യത്തിന് സീറ്റ് കിട്ടിയെന്നാണ് പറഞ്ഞു കേട്ടത്. ഇത് എനിക്ക് ഓർമ്മയില്ല. ഈ കഥകളൊക്കെ വീട്ടിൽ നിന്ന് പപ്പയും മമ്മിയും പറഞ്ഞിട്ടുള്ള ഓർമ്മയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും ആൻറ്റിയും, എനിക്കും ആൻറ്റിക്കും കൂടെ ഒരു സീറ്റ് കിട്ടി. വിൻഡോ സൈഡിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു, ഇപ്പുറത്ത് നടുക്ക് എന്നെ ഇരുത്തിയേക്കുന്നു, അതിൻ്റെ ഇപ്പുറത്ത് ആൻറ്റി ഇരിക്കുന്നു. അപ്പം ഏറ്റുമാനൂരിൽ നിന്ന് പാലായ്ക്കൊക്കെ പോകുന്നവർക്കറിയാം, ഒരു ഷട്ടർകാവിലെന്നൊക്കെ പറഞ്ഞ ആ ഒരു ഭാഗമൊക്കെ ആകുമ്പോഴത്തേന് അവിടെ ഭയങ്കര ഒരു വളവുണ്ട്. അപ്പം ഞാനെന്തോ 1ഉം 2ഉം പറഞ്ഞ് ആൻറ്റിയോട് വഴക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ വളവ് വന്നതും ബസ് ഇങ്ങോട്ട് ചെരിഞ്ഞതും ആൻറ്റീനെ ഞാനൊരു ഒറ്റ ഉന്ത്. ആൻറ്റി പത്തോന്നും പറഞ്ഞുകൊണ്ട് ബസ്സിനകത്തോട്ട് വീണു. എന്നിട്ട് ആൾക്കാരൊക്കെ ചെന്ന് എഴുന്നേൽപ്പിച്ച്. അങ്ങനെ ഒരു പാവം കുട്ടിയായിരുന്നു ഞാൻ അന്ന്. അങ്ങനെ ഇപ്പോഴത്തെ പോലൊന്നുമല്ല, ഇപ്പം ഭയങ്കര കേട്ടോ. പക്ഷേ അന്ന് ഭയങ്കര പാവം കൊച്ചായിരുന്നു എന്നാണ് എൻ്റെ പപ്പയും മമ്മിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു കഥ ഇന്നിപ്പോൾ ഓർത്തു. അപ്പോൾ ഇന്ന് ആൻറ്റി ഇല്ല, ആൻറ്റി മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി. എന്നാലും ആൻറ്റി എന്ന് പറയുമ്പോഴത്തേന് എപ്പോഴും ആ അവധിക്കാലം എന്നൊക്കെ ഓർക്കുമ്പം അന്നത്തെ പെസഹ കാലവും പിന്നെ ആൻറ്റിയുടെ കട്ട്ലേറ്റും ചേട്ടന്മാരും ഒക്കെ ആ ഒരു പെസഹ കാലം ഓർക്കുമ്പോഴത്തേന് ആൻറ്റി പൂഞ്ഞാറൊക്കെയാണ് നമുക്ക് എപ്പോഴും മിക്കവാറും മനസ്സിൽ വരുന്നത്. അപ്പം ആൻറ്റി ഇഷ്ടംപോലെ ഫുഡ് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ആൻറ്റിയുടെ ഫുഡെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ഫുഡായിരുന്നു. അപ്പം ആൻറ്റി ഇങ്ങനെ അവിടുത്തെ ഈസ്റ്ററിനുള്ള കട്ട്ലേറ്റ് അവിടെ ഭയങ്കര ഫേമസ് ആയിരുന്നു. അതുപോലെ ഇത് ഒത്തിരി ചാക്കുപടി മാങ്ങ കൊണ്ടുവന്നിട്ട് ആൻറ്റി അത് ഉപ്പിലിടുമായിരുന്നു. അപ്പം എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് അതൊക്കെ തന്നെയാണ് എന്നെ ചോറൊക്കെ ഉണ്ണിച്ചുകൊണ്ടിരുന്നത് ആൻറ്റി. അപ്പം അതുപോലെ ഈ കട്ട്ലേറ്റ് അതൊരു ഭയങ്കര ഒരു ആഘോഷമായിരുന്നു. ആ പണ്ടത്തെ ആ മീറ്റൊക്കെ ഇട്ടിങ്ങനെ കറക്കി അരയ്ക്കുന്ന ഒരു സാധനവും അതൊക്കെ ഇപ്പോഴും ഓർമ്മയിലുണ്ട്. ആ കുഞ്ഞിക്കാലങ്ങളൊക്കെ നല്ല ഓർമ്മകളിൽ അതൊക്കെ ഇരിക്കുന്നു. ആൻറ്റിയുടെ ചിരിച്ച മുഖം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ആ ആൻറ്റീനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാൻ തന്നെയാണ് എനിക്കിപ്പോഴും ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ കഥ അതാണ്. ഇന്ന് എൻ്റെ റോസമ്മ ആൻറ്റി. താങ്ക് യു ഫോർ വാച്ചിങ്.